നമസ്കാരം. പ്രധാന വാർത്തകൾ. പാർട്ടി നടപടി നേരിട്ട പി.കെ. ശശിയെ കൂടുതൽ പദവികളിൽ നിന്നും ഒഴിവാക്കുന്നു. പാർട്ടി നടപടി നേരിട്ട പി.കെ. ശശിയെ 2 പദവികളിൽ നിന്ന് കൂടി നീക്കി. അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് പി.കെ. ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവിയിൽ നിന്നും ഒഴിവാക്കിയത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കുടുക്കാനുള്ള ഗൂഢനീക്കവും ശശിയുടെ പുറത്തേക്കുള്ള വഴി എളുപ്പത്തിലാക്കി. ശശി KTDC ചെയർമാൻ പദവും CI2 ജില്ലാ അധ്യക്ഷ പദവും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം ശക്തമാക്കിയിരുന്നു. പുലർച്ചെ മീൻ പിടിക്കാൻ പോയ ഫൈബർ വള്ളം തിരമാലയിൽ മറിഞ്ഞു. മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വടകര സാൻഡ്ബാഗ്സിൽ അഴിത്തല അഴിമുഖത്ത് ഫൈബർ വള്ളം മറിഞ്ഞ മത്സ്യബന്ധന തൊഴിലാളി മരിച്ചു. സാൻഡ്ബാഗ്സിലെ കുയ്യൻ വീട്ടിൽ അബൂബക്കറാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഇബ്രാഹിം രക്ഷപ്പെട്ടു. ഫൈബർ വള്ളം തിരമാലയിൽ മറിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ അഴിത്തല ഭാഗത്ത് മീൻ പിടിക്കാൻ വള്ളവുമായി പോയതായിരുന്നു 2 പേരും. നേരത്തെ ഈ ഭാഗത്ത് നിരവധി പേർ അപകടത്തിൽ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽപ്പെട്ട വള്ളം കണ്ടെത്താനായിട്ടില്ല. കടലും പുഴയും സംഗമിക്കുന്ന ഭാഗത്താണ് അപകടം നടന്നത്. പോലീസ് സ്റ്റേഷന്റെ 2ാം നിലയിലെ വാതിൽ തുറന്ന് പോക്സോ കേസ് പ്രതി രക്ഷപ്പെട്ടു. പോക്സോ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കടന്നു കളഞ്ഞത്. എറണാകുളം മുക്കന്നൂർ സ്വദേശി ഐസക് ബെന്നിയാണ് രക്ഷപ്പെട്ടത്. പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലെ ഡോറിന്റെ വാതിൽ തുറന്നാണ് ഇയാൾ കടന്നു കളഞ്ഞത്. പോക്സോ കേസിൽ പ്രതിയായ 22-കാരനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. MV ഗോവിന്ദന്റെ കാർ അപകടത്തിൽപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാഹനം തിരുവല്ലം പാലത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം തെറ്റി എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോവളത്ത് നടക്കുന്ന CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട കാറിന് പിന്നിൽ ഓട്ടോ ഇടിച്ച് കാർ മുന്നോട്ട് നീങ്ങി MV ഗോവിന്ദൻ സഞ്ചരിച്ച കാറിലേക്ക് ഇടിക്കുകയായിരുന്നു. കാറിന്റെ മുൻഭാഗത്തെ കേടുപാടുകൾ ഒഴികെ 3 വാഹനങ്ങളിലെയും യാത്രക്കാർക്ക് പരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളെ ആക്രമിച്ച ശ്രീലങ്കൻ കടൽ കൊള്ളക്കാർ. നടുക്കടലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ആക്രമണം. തമിഴ്നാട്ടിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ കടൽ കൊള്ളക്കാരാണ് ആക്രമിച്ചത്. നാഗപട്ടണം സ്വദേശികളായ രാജേന്ദ്രൻ, രാജ്കുമാർ, നാഗലിംഗം എന്നിവർക്ക് പരിക്കേറ്റു. മത്സ്യത്തൊഴിലാളികളുടെ വലയും GPS ഉപകരണങ്ങളും മോഷ്ടിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളെ നാട്ടിൽ തിരികെ എത്തിച്ചു. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.